ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാസങ്കുലിതാഃ കമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാഃ പ്രത്യഹമത്യനന്ദൻ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു നിർത്തിയത് ആ ഗോകുലത്തിൽ ദിനം പ്രതി അവിടെ ഐശ്വര്യം വർദ്ധിച്ചു വന്നു എന്ന് കണ്ടു. കംസൻ്റെ കിങ്കരന്മാരായിട്ടുള്ള ധാരാളം അസുരന്മാരും അസുര സ്ത്രീകളുമൊക്കെ ആ ഗോകുലത്തിൽ എത്രമാത്രം അതിന് ക്ഷതം വരുത്താൻ ശ്രമിച്ചാലും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉള്ളിടത്തോളം കാലം ഗോകുലത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഭഗവാൻ അനുവദിക്കില്ല, കാലം അനുവദിക്കില്ല. കാലപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ അഭിവൃദ്ധി മേൽക്കുമേലുണ്ടായി എന്ന് പറഞ്ഞു. ഇനിയും പറയുകയാണ്, അങ്ങനെയുള്ള ആ കുഞ്ഞു ഗ്രാമത്തിൽ, ആ ഗോകുലത്തിൽ, അമ്പാടിയിൽ ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാസങ്കുലിതാഃ കമന്യ. ഗൃഹേഷു വീടുകളിലൊക്കെ തേ അങ്ങയുടെ കോമളരൂപഹാസമിധ, കോമളരൂപഹാസം, അങ്ങയുടെ ആ മനോഹരമായിട്ടുള്ള വശ്യസുന്ദരമായിട്ടുള്ള ഹാസം, ആ പുഞ്ചിരിയെയും ഇഥ കഥാസങ്കുലിത, അവർ പരസ്പരം കഥാസങ്കുലിത, അതിനെപ്പറ്റി വർണ്ണിച്ചു പറയുന്നതിൽ സദാ വ്യാപൃതരായിരുന്നു. ആര്? കമന്യ, ആ കാമിനികളായിട്ടുള്ള ഭഗവാനെ ഇത്രയേറെ, ആ ഉണ്ണിക്കണ്ണനെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നതായിട്ടുള്ള ഗോപസ്ത്രീകൾ, അമ്പാടിയിലുണ്ടായിരുന്ന ഗോപസ്ത്രീകൾ സദാ അങ്ങയുടെ ആ ഒരു കോമളമായ പുഞ്ചിരിയെ, മനോഹരമായ വശ്യതയാർന്ന ആ ചെറു പുഞ്ചിരിയെപ്പറ്റി സദാ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് പറഞ്ഞിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും അവർക്ക് തമ്മിൽ കണ്ടാൽ ഈ കൃഷ്ണനുണ്ണിയുടെ കഥകൾ പറയാൻ, പ്രത്യേകിച്ച് എന്തേ ഇപ്പോഴാകുമ്പോൾ അധികമായിട്ടില്ല, കുഞ്ഞ് ജനിച്ച് അധികമായിട്ടില്ല, പക്ഷെ ആ പുഞ്ചിരിക്ക് തന്നെ ഒരു വല്ലാത്ത വശ്യതയുണ്ട്, തങ്ങളെയൊക്കെ അങ്ങനെ വല്ലാതെ ആകർഷിക്കുന്നതാണ് എന്ന് ആ ഗോപസ്ത്രീകൾ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ. വൃത്തേഷു കൃത്യേഷു, വൃത്തേഷു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത്? കൃത്യേഷു, തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കൃത്യങ്ങളൊക്കെ, തങ്ങളുടെ നിത്യജീവിതത്തിലെ തങ്ങളുടെ കർത്തവ്യങ്ങളൊക്കെ, കാരണം അവരുമൊക്കെ കുടുംബിനികളാണ്, അവർക്കുമൊക്കെ ഭർത്താവും കുട്ടികളും വീടും ഒക്കെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗത, ഓടി വരികയായി തങ്ങളുടെയൊക്കെ ജോലികളൊക്കെ തീർത്തിട്ട്. എന്തിനാ? ഭവന്നിരീക്ഷ, ഭഗവാനെ അങ്ങയെ കാണുന്നതിനായി, അങ്ങയുടെ ആ പുഞ്ചിരി നോക്കി ആസ്വദിച്ച് തന്നെ മറന്നു നിൽക്കുന്നതിനായിക്കൊണ്ട് സമാഗത, ഓടി വരികയായി. പ്രത്യഹമത്യനന്ദൻ, പ്രത്യഹം അത്യനന്ദൻ. പ്രത്യഹം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പകലുകളും അവരെളുപ്പം താങ്കളുടെ ജോലികളൊക്കെ തീർത്തിട്ട് എളുപ്പം ഓടി വരികയായി. തങ്ങളെ വശീകരിച്ച് വെച്ചിരിക്കുന്ന, തങ്ങളിൽ കണ്ടാൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആ കൃഷ്ണനുണ്ണിയുടെ പാൽപുഞ്ചിരി, എന്താ ഒരു മനോഹാരിത! എന്താ ഈ ഉണ്ണിയെ കണ്ടാൽ തങ്ങൾക്കൊന്നും തിരികെ വീടുകളിൽ പോകണമെന്ന് തോന്നാത്തത്? ഇനി അഥവാ പോയാൽ തന്നെയും പെട്ടെന്ന് ഇങ്ങ് തിരികെ വരണമെന്ന തോന്നലാണ്. എന്തിനാ? ഈ ഉണ്ണിയുടെ കളികൾ കാണുവാനായിട്ട്, ഈ ചിരി കാണുവാനായിട്ട്. അത്യനന്ദൻ എന്നാ പറഞ്ഞത്. എന്നിട്ട് ഓരോ ദിവസവും അവർ ഏറ്റവും ആനന്ദിച്ചു എന്ന് പറഞ്ഞാൽ അതതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്.
ഇനി ഇതിൽ കൂടുതൽ അവർക്കൊരു ആനന്ദത്തെ കിട്ടാനില്ല. അത്രമാത്രം മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ആനന്ദത്തെ അവരൊക്കെ അനുഭവിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗൃഹേഷു തേ കോമളരൂപഹാസമിധഃ കഥാ സങ്കുലിതാഃ കമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാഃ പ്രത്യഹമത്യനന്ദൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദത്തിൽ കോമളരൂപഹാസമിധ കഥാസങ്കുലിത, അവിടെ കോമളരൂപഹാസമിധ അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ കോമളരൂപഹാസം എന്നവിടെ എടുത്തിട്ട് ഇഥ കഥാസങ്കുലിത എന്ന് വായിക്കാം. ഇനി ഇഥ എന്ന് പറയുന്നിടത്ത് കമന്യ എന്ന് പറയുന്നിടത്തൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അതുപോലെ കഥാസങ്കുലിത അവിടെ ദീർഘവും വിസർഗവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഭവന്നിരീക്ഷാസമാഗത അവിടെയും കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. കാരണം അങ്ങയെ കാണുന്നതിനായി ഓടിയണഞ്ഞു, അത് മുറിക്കാതെ തന്നെ വായിക്കുക. അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്, വായിച്ചു നിർത്തുമ്പോൾ അകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പ്രത്യഹമത്യനന്ദൻ, പ്രത്യഹം അത്യനന്ദനാണ്, അതുകൊണ്ട് തന്നെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുവാൻ ശ്രമിക്കുക. പ്രത്യഹമത്യനന്ദൻ. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ കൃഷ്ണനുണ്ണി ജനിച്ചതിന് ശേഷമുള്ള ഓരോ ദിനങ്ങളിലൂടെയും ഗോപസ്ത്രീകളോടൊപ്പം നമ്മളെയും ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോപസ്ത്രീകൾ ആസ്വദിക്കുന്ന ഭഗവാന്റെ ആ പാൽപുഞ്ചിരി ഈ ഒരു ശ്ലോകത്തിൽ നമുക്കും കാണിച്ചു തന്നു. എങ്ങനെയാണ് ഗോപസ്ത്രീകൾ മതിമറക്കാതിരിക്കുന്നത്, ആകർഷിക്കപ്പെടാതിരിക്കുന്നത്? അത്രമാത്രം സുന്ദരമാണ്, അതിമനോഹരമാണ് ഭഗവാന്റെ ആ പാൽപുഞ്ചിരി. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം, അടുത്ത ഒരു ഭഗവാന്റെ കേളി, അതാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ പാണിം ത്വയീശ കിം കിം ന കൃതം വധോഭി. അഹോ കുമാരോ, അഹോ എന്ന് പറയുന്നത് ഇവിടെ ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്. എങ്ങനെയുള്ള ആശ്ചര്യമാണെന്ന് വെച്ചാൽ ആനന്ദം കലർന്ന ആശ്ചര്യമാണിവിടെ. അഹോ, അയ്യോ നോക്കിക്കേ, എന്താ? കുമാരോ മയി ദത്ത ദൃഷ്ടി. കുമാരോ, കുമാരഹ എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണനുണ്ണി, ഈ ഉണ്ണി മയി ദത്ത ദൃഷ്ടി, മയി എന്ന് പറഞ്ഞാൽ എന്നെ, ദത്ത ദൃഷ്ടി എന്നെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ദേ നോക്കിക്കേ, ഈ ഉണ്ണി ഇപ്പോൾ എന്നെ തന്നെയാണ് നോക്കുന്നത് എന്ന് ഒരു ഗോപസ്ത്രീ പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന മറ്റേ ഗോപസ്ത്രീ പറയുകയാണ്, സ്മിതം കൃതം മാം പ്രതിവത്സകേന. സ്മിതം കൃതം, ഇത് നോക്കിക്കേ, ഈ കുഞ്ഞ് ചിരിക്കുന്ന കണ്ടില്ലേ? പക്ഷെ അത് ആരെ നോക്കിയാ? മാം പ്രതിവത്സകേന, എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത്. നീ പറഞ്ഞില്ലേ നിന്നെയാ നോക്കുന്നതെന്ന്, നിനക്ക് തെറ്റിയതാ കേട്ടോ. ദേ ഇപ്പോൾ നോക്കിക്കേ, ഉണ്ണി എന്നെ നോക്കിയല്ലേ ചിരിക്കുന്നത്. ഏഹ്യേഹി മാമിത്യുപസാര്യ പാണി. ഏഹി ഏഹി മാം ഇതി ഉപസാര്യ, ഇങ്ങനെ കുറച്ചധികം വാക്കുകളുണ്ട്. ഏഹി ഏഹി മാം, മാം എന്നാൽ എൻ്റെ. ഹായ് ഉണ്ണി ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ അടുത്തേക്ക് വരൂ. ഇതി ഉപസാര്യ, ഇങ്ങനെ
പറഞ്ഞ് കൈയും നീട്ടിക്കൊണ്ട്, ഉപസാര്യപാണി കൈ അങ്ങനെ നീട്ടിക്കൊണ്ട്, ത്വയീശ കിം കിം ന കൃതം വധൂഭി, ത്വയീശ അല്ലയോ ഭഗവാനെ, കിം കിം ന കൃതം വധൂഭി, കിം കിം ന കൃതം, എന്തെന്തൊക്കെയാണ് ചെയ്യാതിരുന്നത്, ന കൃതം എന്താണ് ചെയ്യാതിരുന്നത്, ആര്, വധൂഭി ആ ഗോപസ്ത്രീകൾ ഭഗവാനെ. ത്വയി ഈശ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അങ്ങയെ കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ ഗോപസ്ത്രീകൾക്കിടയിൽ ഒരു മത്സരമായിരുന്നു. എന്താ, എൻ്റെ അടുത്തേക്ക് തരൂ ഉണ്ണിയെ, ദേ ഉണ്ണി എന്നെ നോക്കിയാണ് ചിരിക്കുന്നത്, ദേ നോക്കിക്കേ എന്നെയല്ലേ ഉണ്ണി നോക്കുന്ന, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, വാ ഉണ്ണി, ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വീണ്ടും എടുക്കുക അടുത്ത ഗോപസ്ത്രീ. അപ്പോൾ അടുത്ത ഗോപസ്ത്രീ, ഏയ് അല്ല നോക്കൂ, എൻ്റെ അടുത്തേക്കാണ് കൈ നീട്ടുന്നത്, വരൂ 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 ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഗോപസ്ത്രീ എടുക്കുക. ഇങ്ങനെ ഈ ഉണ്ണിയെ നിലം തൊടാതെ ഓരോ ഗോപസ്ത്രീകൾക്കും ഇടയിൽ അവരൊരു മാത്സര്യ ബുദ്ധിയോടുകൂടി ഈ ഉണ്ണിയെ കൈമാറി 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 അങ്ങനെ ലാളിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇവിടെ ചോദിച്ചത് കിം കിം ന കൃതം വധൂഭി, എന്തെന്തെല്ലാമാണ് ആ ഗോപസ്ത്രീകൾ ചെയ്യാതെ ഇരുന്നത്. കാരണം ഈ ഉണ്ണി ആരെ നോക്കുന്നു എന്നോ, ആരെ നോക്കിയാണ് പുഞ്ചിരിക്കുന്നതെന്നോ ഒരു പക്ഷേ ഉണ്ണിക്ക് മാത്രമേ അറിയൂ. എന്നാലാകട്ടെ ഉണ്ണിയെ കാണാനെത്തിയ ഓരോ ഗോപസ്ത്രീകൾക്കും ആ അനുഭവത്തെ ഭഗവാൻ കൊടുത്തു. തന്നെയാണ് നോക്കുന്നത്, ആ കടാക്ഷം തൻ്റെ നേരെയാണ്. ഏയ് അല്ല നോക്കൂ, തന്നെ നോക്കിയാണ് ചിരിക്കുന്നത്. ഏയ് നിനക്ക് തോന്നിയതാണ്, നോക്കൂ എൻ്റെ അടുത്തേക്ക് വരാനായിട്ടാണ് ഉണ്ണി കൈ നീട്ടുന്നത്, ഇതൊന്നുമല്ല, നോക്കൂ ഉണ്ണി കാലുകൊണ്ട് എന്നെ ഇങ്ങനെ ചവിട്ടുന്നില്ലേ, എന്തിനാണെന്നോ, ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാ, നോക്കൂ ഇങ്ങനെ, ദേ നോക്കൂ, അല്ല അല്ല, ദേ ആ ഉണ്ണിയുടെ ഒരു കൈ എവിടെയായി, എൻ്റെ തലമുടിയിലാണ് പിടിച്ചിരിക്കുന്നത്, അപ്പോൾ ഇത് ഈ ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരാനാണ് നോക്കുന്നത്. ഇങ്ങനെ തുടങ്ങി കിം കിം ന കൃതം വധൂഭി, എന്തെല്ലാമാണ് ആ ഉണ്ണികൾ ചെയ്യാതെ ഇരുന്നത്, ആ ഗോപസ്ത്രീകൾ ചെയ്യാതെ ഇരുന്നത്, പറയാതെ ഇരുന്നത് ഈ ഉണ്ണിയെ ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കെന്തു പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ല. അതൊരു പൊതുസ്വത്തായി മാറി ആ ഉണ്ണി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അത് നന്ദഗോപരുടെയും യശോദാമയുടെയും ഉണ്ണിയല്ല, പകരം ആ ഗോകുലത്തിലുള്ള എല്ലാവരുടെയും ഉണ്ണിയായി മാറിയത്. അത്രമാത്രം അവരെയൊക്കെ ആനന്ദത്തിൽ, പരമാനന്ദത്തിൽ ആറാടിച്ചു ഭഗവാൻ. അതും ഭഗവാന്റെ ഒരു കൃപ തന്നെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ പാണിം ത്വയീശ കിം കിം ന കൃതം വധൂഭി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏഹ്യേഹി മാമിത്യുപസാര്യ, ഏഹ്യേഹി അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏഹി ഏഹിയാണ്, പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ മാമിത്യുപസാര്യ, മാം ഇതി ഉപസാര്യാണ്, പദം പിരിക്കേണ്ട. മാമിത്തി എന്ന് പറയുന്നിടത്ത് മായുടെ ഇകാരം ശ്രദ്ധിക്കുക. മാമിത്യുപസാര്യ, അവിടെ ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ ത്വയീശ, ഈ കാരം നീട്ടിയെടുക്കണം, ത്വയി ഈശ ആണ്. പിന്നെ വധൂഭി, ദത്തദൃഷ്ടി, ഇതൊക്കെ പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.